തിരുവനന്തപുരം നഗരസഭയിലെ ഭരണം BJPക്ക് കിട്ടിയത് തൊട്ട് തന്നെ ഇങ്ങോട്ട് വലിയ പ്രശ്നങ്ങളാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, അതായത് CPMനും ഒക്കെ. CPMന് സഹിക്കാൻ പറ്റുന്നില്ല. കാര്യം തിരുവനന്തപുരത്തെ ഭരണം പോയത് വലിയൊരു തിരിച്ചടിയായിപ്പോയി. അതിനൊപ്പം തന്നെ ഇപ്പോൾ അവിശ്വാസം കൊണ്ടുവരിക, മറ്റേ സുഗതൻ്റെ കേസ്, ഇതൊക്കെ വെച്ചിട്ട് ഓരോ ദിവസവും ഇവർ തമ്മിൽ ഇങ്ങനെ മേയർക്കെതിരെയും BJP ഭരണത്തിനെതിരെയുമൊക്കെ ഇങ്ങനെ നിരവധി ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ശക്തമായ മറുപടികളും ഉരുളക്കുപ്പേരി പോലെ VV രാജേഷ് മറുപടിയും നൽകുന്നുണ്ട്. എങ്ങനെ കാണുന്നു ഇതിനെ? അതേ, കോഴിക്കോട് കോർപ്പറേഷൻ മേയറിൻ്റെ പേര് വായിച്ചതിനറിയാമോ? എനിക്കറിയില്ല. വാസ്തവത്തിൽ എറണാകുളം കോർപ്പറേഷൻ്റെ മേയറുടെ പേര് എനിക്കറിയില്ല. ബട്ട് കേരളം മൊത്തം അറിയാവുന്ന ഒരു മേയറുണ്ട്, അതാണ് VV രാജേഷ്. തിരുവനന്തപുരം മേയർ ആരാന്ന് ചോദിച്ചാൽ കാസർഗോഡ് മുതലുള്ളവർ പറയും ആ VV രാജേഷാണ്. എന്നാൽ VV രാജേഷ് എന്തെങ്കിലും പൊട്ടിത്തെറിയോ ബഹളമോ ഉണ്ടാക്കിയിട്ടാണോ എല്ലാവരും അറിയുന്നത്? അല്ല. VV രാജേഷ് ഈ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുക, മാസ് ഡയലോഗ് അടിക്കുക, അതുമില്ല. എന്നാൽ പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ വളരെ വിനയാന്വിതനായിട്ടാണ് പറയുന്നത്. പണ്ട് VV രാജേഷ് TV ഡിബേറ്റിലൊക്കെ പോകുന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് കുറേ കൂടെ അഗ്രസീവായിട്ട് സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ ആ അഗ്രസീവ്നെസ് പോലും ഇല്ല. ഒരു ഭരണാധികാരിക്ക് വേണ്ട ഗുണം അതാണ്. ഒട്ടും അഗ്രസീവ് ആകാതെ എപ്പോഴും ചിരിച്ചുകൊണ്ട് കാര്യങ്ങളെ നേരിടുക. ബട്ട് അതിൻ്റെ പുറകിൽ അത്യധ്വാനമുണ്ട് കേട്ടോ. വല്ലാതെ അധ്വാനിക്കുന്നുണ്ട് രാജേഷിൻ്റെ കൂടെയുള്ള കൗൺസിലർമാരും പിന്നെ BJPയിലെ പാർട്ടി പ്രവർത്തകരും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ പറഞ്ഞ നമ്മളുടെ കാർത്തികേയൻ്റെ മകൻ എന്താ, ശബരിനാഥൻ വിചാരിച്ചു ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഇവരെ ഉരുട്ടിയിട്ടാൽ എന്താ, നല്ല ബുദ്ധിയല്ലേ, കൂടെയുള്ളൊരു കൊള്ളാം. അപ്പോൾ നമുക്കതിനുള്ള നമ്പറില്ല. പക്ഷേ LDFനുണ്ടല്ലോ, 21 കോൺഗ്രസ്സിനുണ്ട്, 29 മറ്റോ LDFനുണ്ട്, അതോ തിരിച്ചോ, എനിവേ രണ്ടുപേരും ചേർന്ന് 49 ഉണ്ട്. പിന്നെന്താ, ആ ചാടി അങ്ങ് വീണു. ശബരിനാഥൻ KPCCയിൽ സംസാരിച്ചു. KPCCയും അധികമൊന്നും ആലോചിക്കാതെ നടക്കുന്നെങ്കിൽ നടക്കട്ടെ, ഓക്കെ. LDF സമ്മതമല്ല. LDF ആകെ തോറ്റ് നിൽക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തോറ്റ് നിൽക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ അവരുടെ കയ്യിലായിരുന്നില്ല. പിന്നെ ഇപ്പോൾ വന്നാലെന്താ, വന്നില്ലെങ്കിൽ എന്താണെന്നുള്ള നിലയാണ്. CPMന് അങ്ങനെയല്ലല്ലോ. അപ്പോൾ അവർ ഈ കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടിയാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നോക്കിയിട്ട് അവർ കൂട്ടുകൂടാൻ തയ്യാറല്ല. രാജേഷ് ശാന്തനായിട്ട് 4-5 ദിവസം ഈ ചർച്ച അങ്ങ് മൂത്ത് വരട്ടെ എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഇന്നലെ പറഞ്ഞില്ലേ, ആന്തോറിയം അവലോസം കഥ പറഞ്ഞിട്ട് വളരെ ആ പറഞ്ഞ പോലെ തന്നെ അപഹാസ്യമായിട്ട് ഇവരുടെ കൂട്ടുകെട്ട് അവസാനിച്ചു. തിയററ്റിക്കലി ഇവർക്ക് വേണമെങ്കിൽ കൂട്ടുകൂടാം, ഇന്ത്യ മുന്നണിയാണ് എന്ന് പറഞ്ഞിട്ട് കൂട്ടുകൂടാം. നാളെ കേരളത്തിൽ ഇവർക്കിത് ചെയ്യേണ്ടിയും വരും. നാളെ കേരളത്തിൽ വരാൻ പോകുന്നത് ഇന്ത്യ മുന്നണി വേഴ്സസ് BJP എന്ന രാഷ്ട്രീയമാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം കുറിക്കാമായിരുന്നു തിരുവനന്തപുരത്ത് വേണമെങ്കിൽ. പക്ഷേ അത് കുറിക്കാനുള്ള ധൈര്യം LDFനില്ല. UDF അവർക്ക് സ്റ്റേക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് തയ്യാറാവുകയും ചെയ്തു.